Hey guys, welcome back to another episode of Evolve 3 Studios. Yes guys, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പ് എന്നതിനെ കുറിച്ചാണ്. സോ സ്റ്റാർട്ടപ്പും ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വേ ഫാർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് എന്നെ ഈ ഒരു വീഡിയോയിലേക്ക് എത്തിച്ചത്. ഒരുപാട് പേര് എന്നോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് എന്താണ് അല്ലെങ്കിൽ വാട്ട് ഈസ് ബിസിനസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് എ വീഡിയോ കംപ്ലീറ്റ്ലി അബൌട്ട് വാട്ട് ഈസ് എ സ്റ്റാർട്ടപ്പ്. സോ ഇതൊരു വെരി ഷോർട്ട് വീഡിയോ ആയിരിക്കും, എത്രയും പെട്ടെന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുകളാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. ലൈക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതുപോലെ തന്നെ സ്വിഗ്ഗി, ഇതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഓരോ സ്റ്റാർട്ടപ്പുകളുടെയും നെയിമുകളാണ്. സോ ബേസിക്കലി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു നെയിമുകൾ തന്നെയാണ്. സോ ദീസ് നെയിംസ് ആർ സ്റ്റാർട്ടപ്സ്. ഓക്കെ, സോ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് വിച്ച് സ്കെയിൽസ് വൈഡ്ലി ആൻഡ് ഗ്രോ ഫാസ്റ്റർ എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു യുണീക്ക് ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു വേയിലൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് സംതിങ് ടു സോൾവ് എ പ്രോബ്ലം. സോ അതാണ് ആക്ച്വലി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവോൾവ് 3യുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഇവോൾവ് 3 ഒരു സ്റ്റാർട്ടപ്പ് ആയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവോൾവ് 3 ആക്ച്വലി ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് മാർക്കറ്റിലുള്ള ഒരു ബിസിനസ് തന്നെയായിരുന്നു. ബട്ട് അതിനെ ഞാൻ സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്. വി ആർ സ്കെയിലിംഗ് ഇറ്റ് വൈഡ്ലി. അതാണ് നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് 1000+ ആണ്. സോ നമ്മുടെ ഏരിയ ഓഫ് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് 1000+ ആണ്. ആൻഡ് ഇതൊന്നും കൂടാതെ നമ്മൾ പ്രോബ്ലം എവിടെയാണ് സോൾവ് ചെയ്യുന്നത് എന്നല്ലേ. യെസ്, ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ കിട്ടാത്ത സംഭവം അബൌട്ട് ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഇൻ ദ ഗ്രാഫിക് ഡിസൈനിങ് കിട്ടാത്തൊരു കാര്യം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു സ്ഥലത്ത് വൺ പ്ലേസ് അത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ നീഡ് ഹാസ് ടു ബി ടോൾഡ് ഹിയർ ആൻഡ് യു വിൽ ഗെറ്റ് ദ റിപ്ലൈ സൂൺ എന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമായിക്കോട്ടെ, ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇവോൾവ് 3 തുടങ്ങിയിട്ടുള്ളത്. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇന്നോവേറ്റീവ് ആൻഡ് ടെക് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഓർഡർ സ്യൂട്ട് ബിൽഡ് ചെയ്തു. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവാണ്. ചാറ്റ്ബോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ അതിന്റെ സർവീസിലും കാര്യങ്ങളൊക്കെയാണ്, റിസർച്ചിലും കാര്യങ്ങളൊക്കെയാണ്. സൂൺ ആഫ്റ്റർ നമ്മൾ എന്തായാലും ചാറ്റ് ബോട്ട് ഇറക്കുന്നതായിരിക്കും. എല്ലാ റിസർച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ സൂൺ പബ്ലിഷ് ഇറ്റ് ഗൈസ്. സോ അടുത്തത് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസർ ആണ്. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിന്റെ ആൻസർ തന്നെയാണ്. നെക്സ്റ്റ് തിങ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റാർട്ടപ്പ്. സോ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ദ സിമ്പിൾ യങ് ബിസിനസ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ യങ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്. ഇത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ആളുകൾ ഫൗണ്ട് ചെയ്യുന്ന ബിസിനസ് ആണ്. ഇത് റൈറ്റ് ബിസിനസ് പ്രൊഡക്ട്സ്, റൈറ്റ് ആയിട്ടുള്ള പ്രൈസ്, അതുപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള ബിസിനസ് മോഡൽസിനെ ഒക്കെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇത് മാത്രമല്ല, ഇത് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മോൾ ബിസിനസ്. ഓക്കെ, ഒരു സ്മോൾ ബിസിനസ്സിൽ ഉണ്ടാവുന്ന വ്യത്യാസം ആക്ച്വലി സ്റ്റാർട്ടപ്പ് ആൻഡ് ബിസിനസ് തമ്മിലുള്ള വ്യത്യാസമല്ല, ഇതൊരു ചെറിയ ബിസിനസ്സും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് തമ്മിലുള്ള വ്യത്യാസമാണ്. സോ ആ ഒരു വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഐ മീൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാർട്ടപ്പ് ആൻഡ് ബിസിനസ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള ഷാർക്സ് ചെയ്യാറും ഇവോൾവ് 3 ഇൻസ്റ്റഗ്രാം പേജും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് അപ്ഡേറ്റ്സ് ആൻഡ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എന്തായാലും ലെറ്റ്സ് ഡിഫറൻഷിയേറ്റ് ദ സ്മോൾ ബിസിനസ് വിത്ത് ദ സ്റ്റാർട്ടപ്പ്. സ്റ്റെബിലിറ്റിയെയും സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻകത്തെയും ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത്. അത് ഒരു ലിമിറ്റഡ് മാർക്കറ്റിനെ മാത്രം സെർവ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ട് മാറുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ നമ്മുടെ ഇമാറിന്റെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇമാറിന്റെ CEO ആണെന്ന് തോന്നുന്നു, ആരാണെന്ന് അറിയില്ല. ഒരു ഇന്റർവ്യൂ നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇമാറിന്റെയും നൂണിന്റെയും വ്യത്യാസം എന്താണെന്ന്. ലൈക്ക് അവരുടെ തന്നെ രണ്ട് കമ്പനികളുടെ സ്കെയിലബിലിറ്റിയും അവരുടെ ഗ്രോത്തും അവരവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇന്റർവ്യൂവിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബിസിനസ് ആൻഡ് എ സ്റ്റാർട്ടപ്പ്.
അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്നതിന് അവിടെ മാറും, ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അവിടെ ന്യൂണുമായിട്ട് മാറിയിട്ടുണ്ട്. ന്യൂൺ ആക്ച്വലി ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കാരണം നിങ്ങളൊന്ന് കണ്ടു നോക്കാം. In Amar, we sell only 4 products. 1 bedroom, 2 bedroom, 3 bedroom, 4 bedroom. 4 bedroom is the villa. That's all. 2 colors, grey and beige. So boring all the time for the past 29 years. In Noon, we sell 4 million products. Amar call center customer service gets 500 calls a day. The house is leaking, the trees need to be fixed. So that is 500 calls a day. Noon gets 80,000 calls a day. Noon is extremely fast. Amar is very stable company. The other number, Dubai Mall numbers. Listen to this number. When we started Noon, we really wanted one day we have 100 million visitors. Dubai Mall gets about 105 million visitors a year. And we started, and today we get more than 1 billion visitors a year. But the difference is that Dubai Mall visitors barely grow 5% a year because the corridors can't handle anymore, parking can't handle anymore. Noon grows 30% a year. Unlimited power, but then unlimited brain power that exists inside the company. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി ലെറ്റ്സ് ഗോ ടു ദ ഫോർത്ത് അല്ലെങ്കിൽ ഫിഫ്ത്ത് പോയിന്റ് ആയിട്ടുള്ള കോർ എലമെന്റ്സ് ഓഫ് ദ സ്റ്റാർട്ടപ്പ്. യെസ് ഗൈസ്, ഒരു സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള എലമെന്റ്സിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഈ ഒരു എലമെന്റ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും മെയിൻ അല്ലെങ്കിൽ ഹൃദയമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ഇന്നോവേഷൻ, അതുപോലെ തന്നെ സ്കെയിലബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. അതിൽ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ആണ്. ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ആക്ച്വലി ഈ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ സ്റ്റാർട്ടപ്പിൽ ചെയ്യുന്നുണ്ടാവും. കാരണം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് ഫാമിലി ബിസിനസ്സസ് ഉണ്ടാവാം, ലൈക്ക് ടെക് ബിസിനസ്സസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഇതൊക്കെ ചെയ്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ ഒരു ലോകത്ത്. പക്ഷേ നമ്മുടെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു. സോ ഈ ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ എക്സ്പെരിമെന്റൽ ആയതുകൊണ്ട് തന്നെ ഫെയിലിംഗ് ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. കാരണം ഇത് ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നിർത്തിയിട്ട് അടുത്ത പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഇതിനെ കാണാൻ തുടങ്ങും. ലൈക്ക് അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടപ്പിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ സ്റ്റാർട്ടപ്പിന്റെ പ്രശ്നത്തിനോടൊപ്പം പരിഹരിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് വേണ്ടി പരിഹാരം കണ്ടെത്തിയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാർട്ടപ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദാറ്റ് സ്റ്റാർട്ടപ്പ് വിൽ ടേക്ക് ബ്രേക്ക്. അവരൊരിക്കലും ഫെയിൽ ആവില്ല, അവരൊരു ബ്രേക്ക് എടുത്ത് ആ പ്രശ്നത്തെ സോൾവ് ചെയ്തുകൊണ്ട് അവർ റീലോഞ്ചിങ് വരെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് ഫെയിൽ ആയിട്ട് കണ്ടിട്ടില്ല, ബട്ട് ഇറ്റ് ക്യാൻ ഫെയിൽ. കാരണം ഇതിന്റെ റിസ്ക് ഫാക്ടറുകൾ കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനേക്കാൾ ബിസിനസ്സാണ് നല്ലത്. കാരണം നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമല്ല, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ എ റിസ്ക് ഫാക്ടർ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫെയിൽ ആവാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് അവിടെ ഇല്ലെങ്കിൽ യു വിൽ 100% ഫെയിൽ എന്നാണ് അവിടെ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ട്രൈ ടു ഗെറ്റ് ഇൻ ബിസിനസ്, നോട്ട് ദ സ്റ്റാർട്ടപ്പ്. ഓക്കെ, സ്റ്റാർട്ടപ്പിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു വിഷയമുള്ളൂ. നിങ്ങൾ ബിസിനസ്സിലോട്ട് വന്നു, ഒരു സ്റ്റഡി ആയിട്ടുള്ള ഇൻകം, സ്കെയിലബിലിറ്റി ഒന്നും ഇല്ലാതെ ഒരു സ്റ്റോറൊക്കെ ഇട്ട് നിങ്ങൾ അവിടെ നടന്നു, യു വിൽ ഗെറ്റ് ദ ഇൻകം റൈറ്റ് ദെയർ. അവിടെയും ഇതുപോലെ ഇൻകം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ ഒരു സ്കെയിലബിലിറ്റി, ഈ ഒരു ഗ്രോത്ത്, ഈ ഒരു ഫെയിം ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. യു വിൽ ഗെറ്റ് ഹാവ് ടു സ്റ്റോർ. അവിടെ ഒരു സ്റ്റോർ ഉണ്ടാവും, അതിനൊരു ഓൺലൈൻ സ്റ്റോറാക്കി നിങ്ങൾ മാറ്റി കഴിഞ്ഞാലും ദാറ്റ് വിൽ വർക്ക് ദെയർ. ഓക്കെ, സോ ഇനി അടുത്തത് അതിൻ്റെ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്ന പാർട്ടാണ്. സോ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിനെ ടെക് കൊണ്ട് എന്താ പറയുക പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ പുതിയ മോഡൽസ്, ടെക് മോഡൽസിനെ നമ്മൾ കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ ഓർഡർ ഷൂട്ട് കൊണ്ടുവന്ന പോലെ ഒരുപാട് ടെക് മോഡൽസിനെ ഒരുപാട് പേര് ഇംപ്ലിമെന്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ടെക് മോഡൽസും ടെക് ഐഡിയാസും ടെക്നോളജീസും വർദ്ധിക്കുന്ന ഈ ഒരു കാലത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഇവിടെ സക്സസ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി സ്കെയിലബിലിറ്റിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇൻക്രീസിങ് കോസ്റ്റ് ഇല്ലാതെ, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാതെ ഏറ്റവും നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ, വൈഡ്ലി സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലബിലിറ്റി മെത്തേഡ് ആയിരിക്കണം
ഈ ഒരു പറഞ്ഞ സ്റ്റാർട്ടപ്പിൽ ഉപയോഗിക്കുന്നത്. സോ ഇത് പറഞ്ഞ സ്റ്റാർട്ടപ്പിൽ നിങ്ങൾ എത്ര സ്കെയിൽ ചെയ്താലും കോസ്റ്റ് ഇൻക്രീസ് ആവാത്ത രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു സ്കെയിലബിലിറ്റി മെത്തേഡ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക, അതല്ലെങ്കിൽ സാക്ഷി ജയാറിലേക്ക് ഡയറക്റ്റ് DM ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടുന്നതായിരിക്കും. ആൻഡ് ബിസിനസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഡിഫറൻഷിയേഷൻ വീഡിയോ വേണമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ ഇനി നിങ്ങൾ സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒരു $1 ബില്യൺ ടെക് ജയന്റ് ആയിട്ട് മാത്രം കരുതാതെ അതിലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ ഫ്രം ഇഷാനീറ, ബൈ ഫ്രം യുവർ വീഡിയോസ്.